മെറീന മെയ്ക്കിൾ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ചില യൂട്യൂബർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മുടെ നാട്ടിൽ വന്ന് ഭീകരവാദികൾ നമ്മുടെ സഹോദരങ്ങളെ ഒരു പ്രകോപനവുമില്ലാതെ ക്രൂരമായി വധിച്ചതിന് ഭീകരവാദികൾക്ക് നമ്മുടെ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നാമകരണം ചെയ്ത ഓപ്പറേഷൻ നടത്തുന്ന സമയമായിരുന്നു. എല്ലാവരും ആ മറുപടി ആക്രമത്തെ അനുകൂലിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയം. അപ്പോഴാണ് മെറീന മെയ്ക്കിളുമായി ചോദ്യോത്തരമുണ്ടായത്. ആക്രമത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മെറീന മെയ്ക്കിൾ നൽകിയ മറുപടികൾ ഇപ്പോൾ പ്രശ്നമായി. നമ്മുടെ സൈന്യത്തിനെയും രാജ്യത്തിനെയും എതിരെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് പ്രശ്നമായത്. അവരുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ വളച്ചൊടിച്ചതാണോ എന്നത് അവർ തന്നെ പിന്നീട് വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ അത്യാവശ്യം എയറിലാണ്. അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഞാൻ തൃപ്രയാർ ഒരു ഇനോഗ്രേഷന് പോയ സമയത്ത് ഒരു 1-2 ഓൺലൈൻ ചാനലുകൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പം ഇന്തോ പാക് വാറിനെ പറ്റി സംസാരിച്ചു. ഒന്നാമത് അത് വളരെ തിരക്കുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ അതൊരു ഇന്റർവ്യൂ ഒന്നും ആയിരുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ റിഫ്ലെക്സ് ആയിട്ട് പറയുന്ന ഒരു ഉത്തരം ആയിരുന്നു അത്. അപ്പം ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു യുദ്ധത്തിനെ കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയുന്നത്? നമ്മളിവിടെ 10 പേരെ കൊന്നിട്ട് അവിടെ പോയി 10 പേരെ കൊല്ലുന്നതിൽ എനിക്ക് അറിയില്ല അത് റൈറ്റ് ആണോ എന്നുള്ളത്. എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ സംസാരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുക എന്നുള്ളത്. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം, അതിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഒരു 10 പേരെ കൊന്നു, അവിടെ ഒരു 10 പേരെ കൊന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സിവിലിയൻസിനെയാണ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു അവിടെ 10 പേരെ കൊന്നത് ടെററിസ്റ്റിനെ അല്ലേ എന്ന്. അതെ, ടെററിസ്റ്റിനെയാണ്. പക്ഷെ ഞാൻ ഈ ടെററിസ്റ്റിനെ കൊന്നത് ശരിയായില്ല എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങളോട് ചോദിക്കാനുള്ളത്. 1, ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്തത് മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. 2, ഇന്ത്യ ചെയ്തത് വളരെ മോശമാണെന്ന്, ഞാൻ ഇന്ത്യക്കെതിരെയാണെന്ന് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. 3-മത്തേത്, എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ട് എന്ന് പറഞ്ഞു. ഞാനൊരാളുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോഴോ അവർ ഏത് രാജ്യത്തുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അവർ ഏത് മതത്തിലുള്ള വ്യക്തിയാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് അങ്ങനെ വരുന്നൊരു സാധനമാണ്. അതിൽ ഞാൻ ഇവർ ഏത് രാജ്യക്കാരിയാണെന്നൊന്നും നോക്കിയിട്ടല്ല ഞാൻ അവരുടെ. അപ്പം എനിക്കൊരു പാകിസ്ഥാനി സുഹൃത്തുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവരെ കാണുമ്പം മുഖം തിരിച്ചു നടക്കണോ അല്ലെങ്കിൽ ഞാൻ അവരെ വെടിവെച്ച് കൊല്ലണോ? ആയിരുന്നു. പിന്നെ ഞാൻ ടെററിസ്റ്റുകളെ കൊന്നത് മോശമായി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യം തിരിച്ച് അറ്റാക്ക് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ബാക്കിയുള്ള കൺട്രീസിനാണെങ്കിലും നമ്മളുടെ രാജ്യം പവർഫുൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതും ഭയങ്കര എവിഡന്റ് ആണ്. ബട്ട് വാട്ട് ഐം ആസ്കിങ് ഇസ്, ഇപ്പൊ നമ്മൾ അവിടേക്ക് അവരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ നമ്മളുടെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സിവിലിയൻസ് ആണ് ഉണ്ടാവുന്നത്. അവർ നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സിവിലിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇന്നലെ തന്നെ ഷെൽ അറ്റാക്കിൽ 2 കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ രാജ്യം തുടർന്ന് വാറിലേക്ക് പോകുന്ന സമയത്തിനനുസരിച്ച് കാഷ്വാലിറ്റീസ് അധികമാവും. അപ്പം അത് സമാധാനപരമായിട്ട് നമുക്ക് തീർത്തല്ലേ പറ്റുള്ളൂ. നമ്മൾ രാജ്യം ഇനി എന്താ പറയാ യുദ്ധത്തിലേക്ക് പോകരുത്. യുദ്ധം അത്ര ഈസി അല്ല നമ്മൾ പറയുന്ന പോലെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഓരോ കാര്യം മനസ്സിൽ ആലോചിച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് വളരെ മാന്യമായിട്ട് സംസാരിച്ച 2-3 പേരുണ്ട് കേട്ടോ. അവർക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തപ്പോൾ അവർക്ക് ഇതിലൊരു ക്ലാരിറ്റി വന്നു. അപ്പൊ എനിക്ക് തോന്നി കുറെ പേർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ലാന്ന്. പിന്നെ മീഡിയ ഒരു പറഞ്ഞ കോണ്ടന്റ് 2 വീഡിയോ ക്ലിപ്പായിട്ടാണ് ഇട്ടത്. അപ്പൊ ദുബായിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്, ഒരു ഡിസൈനർ, ഒരു പാകിസ്ഥാനി ലേഡിയാണ്. പക്ഷെ അത് ഭയങ്കര സ്വീറ്റാണ്. അപ്പോ പാകിസ്ഥാനോട് എതിർപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പേഴ്സണലി ഒക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ എല്ലാം ഭയങ്കര പേഴ്സണലി ഇമോഷണലിയാണ് കാണുന്നത്. ബട്ട് ശരിയായ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനമല്ലേ. അതിലും വലിയതായിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ പറ്റിയൊരു വീഡിയോ അല്ലല്ലോ. അപ്പൊ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി പ്രശ്നമായിരിക്കാം. സോ ഐ നെവർ സപ്പോർട്ടഡ് ടെററിസം. ഞാൻ ഒരിക്കലും ഇന്ത്യക്കെതിരെ സംസാരിച്ചിട്ട് ഞാൻ ഇല്ല. പിന്നെ സുഹൃത്തുക്കൾ പാകിസ്ഥാനിലോ അമേരിക്കയിലോ എവിടെ ഉണ്ടാണെന്നുണ്ടെങ്കിലും അതൊരു ഹ്യൂമാനിറ്റേറിയൻ സാധനമാണ്. അതിനെ ജഡ്ജ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ ഓൺലൈനിൽ എന്നെ ചീത്ത വിളിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം തിരിച്ച് തെറി പറയുമ്പോൾ തിരിച്ച് തെറി പറയാന്നുള്ളത് എന്റെ സിസ്റ്റത്തിലില്ല. അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. ഐ റിയലി ഡോണ്ട് കെയർ എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എനിക്കതിൽ തിരിച്ചൊരു കമന്റും പറയാനില്ല. പിന്നെ ഇത്രയും കാര്യങ്ങൾ എനിക്കൊരു ക്ലാരിറ്റി വരുത്തണം എന്നുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഫെർദർ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഏതോ ഒരു ചേച്ചി പറഞ്ഞു 2 തന്തയ്ക്ക് പിറന്നു അങ്ങനെ എന്തോ. ശരിക്കും 2 തന്തയ്ക്ക് പിറക്കുന്നത് ടെക്നിക്കലി പോസിബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ താങ്ക് യു.